ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഭരണകക്ഷിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടുക തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ പരസ്പരം പോരടിക്കുന്നവരും കൂടിയാണെങ്കിലും അതെങ്ങനെ നടക്കുമെന്നാണോ ചിന്തിക്കുന്നത്? നടക്കുമെന്നല്ല, നടന്നു. അതും ഇങ്ങ് കേരളത്തിൽ. ഉട്ടോപ്പിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ, ദേശീയപാത വികസനത്തിന്റെ ആദ്യഘട്ട റീച്ചിന്റെ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അല്ലേ ഉദ്ഘാടനം ചെയ്യാനായി പ്രധാനമന്ത്രി പറന്നെത്തി. അന്നൊരിക്കൽ വിഴിഞ്ഞത്ത് ഭാരത് മാതാ കീ ജയ് വിളിച്ച് മൈക്ക് സെറ്റുകാർ എത്തും മുൻപേ വേദിയിലെത്തിയ ജി ഇല്ലേ, കേന്ദ്രമന്ത്രി ടേൺഡ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർജി. ആ അദ്ദേഹം തന്നെയായിരുന്നു ഇവിടെയും മെയിൻ. എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? വരട്ടെ പറയാം. കേരള നോഡൽ ഏജൻസിയെ പ്രവർത്തിക്കുകയും 5,500 കോടി രൂപ വിഹിതമായി നൽകുകയും ചെയ്ത പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിയോ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അതുതന്നെയാണ് കാര്യം. മുഖ്യമന്ത്രിയും മന്ത്രിയും ഇല്ലാത്ത ചടങ്ങിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇടം പിടിച്ചത്. 4 മുളക്കമ്പ് കുത്തിനാട്ടി ടാർപോളിനും കെട്ടി മൈക്ക് സെറ്റും വെച്ച് ഹലോ വിളിക്കുന്നതല്ല പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. സംസ്ഥാന സർക്കാരുമായൊക്കെ ഒന്ന് ആലോചിക്കണം. ഇതിപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് അരമണിക്കൂർ മുൻപേ പുറപ്പെടുമെന്ന് പറയുകയായിരുന്നു. പുറപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ലാത്തവരറിയില്ല. ഔദ്യോഗികമായി പിന്നൊന്നും അറിയിച്ചതുമില്ല. ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെയുള്ളവരോട് അറിയിക്കാതെ എങ്ങനെയാ എന്ന തോന്നലിൽ നിന്നാവണം തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവരം അറിയിച്ചു. ഞങ്ങളിങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരായ MP രാജേഷും K കൃഷ്ണൻകുട്ടിയും വരണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ അവർ മറന്നുപോയി. എന്നാൽ പിന്നെ ഞങ്ങളാരുമില്ലെന്ന് സർക്കാർ നിലപാടെടുത്തു. സംഭവം ചർച്ചയായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചവരോടും ചിന്തിച്ചവർക്കും മികച്ച മറുപടിയുമായി നമ്മുടെ ജി എത്തി. പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല. അതുവരെ ചർച്ച മാത്രമായിരുന്ന സംഭവം ജിയുടെ ഈ മറുപടിയോടെ വിവാദമായി എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ മരുമകനെ വിളിക്കണമെന്ന് ജിയും സംഘവും അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരും പറയില്ല. കാരണം കൊച്ചിയിൽ നടത്തുന്നത് ആരുടെയും കല്യാണമോ അടിയന്തരമോ അല്ലല്ലോ. ജിക്ക് മറുപടി പ്രധാനമന്ത്രി തന്നെ കൊടുക്കും. മന്ത്രി റിയാസിനെ വിളിക്കാതിരുന്നതിനുള്ള ജിയുടെ വാദങ്ങളെ ശിലാഫലകം കൊണ്ടാണ് പ്രധാനമന്ത്രി വെട്ടിയത്. അനാച്ഛാദനം ചെയ്ത ശിലാഫലകത്തിൽ മഹനീയ സാന്നിധ്യം എന്ന് രേഖപ്പെടുത്തിയതിന് താഴെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുണ്ടായിരുന്നു. ഇതോടെ കള്ളി വെളിച്ചത്തായി. ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊടിപൊടിച്ചു. കേന്ദ്രമോ സംസ്ഥാന സർക്കാരോ ആരുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതി നടപ്പാക്കിയതെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ പലയിടത്തായി മുഴങ്ങി. ഇവിടെയാണ് നമ്മുടെ BJPയുടെ പഴയ അധ്യക്ഷന്റെ മിടുക്ക്. ദീർഘദർശിയായ ആ ജി പണ്ടേ തന്നെ ഇതിനെല്ലാം മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻപിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാത വികസനവും ഗെയിൽ വാത പൈപ്പ് ലൈൻ പൂർത്തീകരണവുമായിരുന്നു. ഒരു പ്രവചനത്തിനും മുതിരാതെ ഒരു കാര്യം പുള്ളി അന്ന് തന്നെ തീർത്തു പറഞ്ഞിരുന്നു. ഇതിൽ 2ലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിയും ജിയും പരിവാരങ്ങളെല്ലാം കൂടി ആഘോഷിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമല്ലേ? മന്ത്രി റിയാസ് വേദിയിലെത്തിയാൽ പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ ചെയ്തതൊക്കെ അക്കമിട്ട് നിരത്തുമെന്ന കാര്യം ജിക്കും കൂട്ടർക്കും ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മന്ത്രിയെ നൈസായി ഒഴിവാക്കിയത്. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിച്ചതോടെ എല്ലാം തങ്ങൾക്ക് അനുകൂലമായി എന്ന ആത്മവിശ്വാസത്തിന്റെ ബലൂണിന്റെ കാറ്റ് പോകുന്ന കാഴ്ചയാണ് പിന്നാലെ കണ്ടത്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടെ പടക്കക്കട ഗുദാ ഹവ എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയും ജിയും ചേർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് കാല നാടകം 8 നിലയിൽ പൊട്ടി. വേദിയിൽ ഇടം ലഭിക്കാതിരുന്ന മന്ത്രിയും സംഘവും സമാന്തര ഉദ്ഘാടന പരിപാടികളും റോഡ് ഷോകളും സംഘടിപ്പിച്ച് സംഭവം കളറാക്കി. ചുരുക്കത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പോലെയായി കാര്യങ്ങൾ. എല്ലാം അദ്ദേഹത്തിന്റെയും ഐശ്വര്യം.